അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം വായിക്കുമ്പോൾ കൃപയും ശക്തിയും നിറഞ്ഞവനായ സ്തേഫാനോസ് എന്ന് പറഞ്ഞ നല്ല ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കിനോട് ഒത്തുപോകുവാൻ ചില ദേശക്കാർക്ക് കഴിയാതെ അദ്ദേഹത്തിനെതിരായി കുറ്റാരോപണം നടത്തി കള്ളസാക്ഷികളെ നിർത്തി ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഈ മനുഷ്യൻ ന്യായപ്രമാണത്തിനും അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തിനും എതിരായിട്ട് സംസാരിച്ചുവെന്ന്. അപ്പോൾ 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ തുടക്കം മഹാപുരോഹിതൻ ചോദിക്കുകയാണ്, നിന്നെ പറ്റി ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയോ എന്ന്. എന്നാൽ അദ്ദേഹം അതിനൊന്നും മറുപടി കൊടുക്കാതെ അബ്രഹാം പിതാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടതു മുതൽ ശലോമോൻ ദൈവത്തിനൊരു ആലയം പണിതതുവരെയുള്ള വചനങ്ങൾ പ്രസ്താവിച്ചു തുടങ്ങി. എന്നിട്ട് രണ്ടാമതായിട്ട് പറയുകയാണ്, ശാഠ്യമുള്ള ജനങ്ങളെ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെ, പരിശുദ്ധാത്മാവിനോട് എത്രത്തോളം നിങ്ങൾ മറുത്തു നിൽക്കുമെന്ന്. രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയ ദൈവമക്കളെ. ഒന്ന്, ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന നിന്ദാവർത്താനത്തിനെതിരെ, ഒരുപക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് പല നിന്ദാവാക്കുകളും ദുഷിച്ച വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ വചനം നാവ് തുറന്ന് പ്രസ്താവിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മൾ കേട്ട് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അപ്രകാരം ഈ ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സ്തേഫാനോസിനെ പോലെ നമുക്ക് മുന്നേറാൻ കഴിയണം. ഗോഡ് ബ്ലെസ് യു ഓൾ.